ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിലബസൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും മെർജ് ചെയ്തിട്ട് വൺ ഷോട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് വൺ ഷോട്ട് വീഡിയോയും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിനും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അതുപോലെ കേരള ചരിത്രത്തിൽ നിന്നുള്ള വീഡിയോവും മുൻവർഷ ചോദ്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തു. അതുപോലെ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള വൺ ഷോട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമ്മളൊരു 125ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2021 മുതൽ PSC ചോദിച്ചിട്ടുള്ള 10th പ്രിലിമിനറി ലെവലിൽ നിന്നുകൊണ്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ വൺ ഷോട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ ഭരണഘടനയുടെ വീഡിയോയും പ്രീവിയസ് ക്വസ്റ്റിനും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. സയൻസിൽ നിന്നുള്ളതും അപ്ലോഡ് ചെയ്യും ഈ 2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ വൺ ഷോട്ട് വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ PYQവും ഉണ്ട്, നോക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. എന്താണ് 1857 കലാപം അറിയപ്പെടുന്നത്? 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശിപ്പായി ലഹള എന്നുള്ളതാണ്. ശിപ്പായി ലഹള എന്നുള്ളതാണ് 1857 കലാപം അറിയപ്പെടുന്നത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന വിപ്ലവം ഏതാ? 1857 വിപ്ലവമാണ്. 1857 വിപ്ലവമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാ? 1857 മെയ് 10 1857 മെയ് 10 മീററ്റിലാണ് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ, മീററ്റിലാണ്. ഇനി 1857 ഒന്നാം സമരവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ 3ഉം 4ഉം ശരിയായിട്ടുള്ളതാണ്. ബീഹാറിലെ ആരയിലെ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. കൻവർ സിംഗ് കേട്ടോ, കൻവർ സിംഗ് ആണ് ബീഹാറിൽ വിപ്ലവം നയിച്ചിട്ടുള്ളത്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഫൈസാബാദിൽ ആരാ? ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും ലഖ്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത് മഹലുമാണ്. അപ്പോൾ അതൊന്ന് പഠിക്കുക. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ചോദിച്ചിട്ടുള്ളതാണ്. ലഖ്നൗവിലെ ബീഗം ഹസ്രത് മഹലാണ്. ഇനി 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് B ആണ്. 2ഉം 3ഉം ശരിയാണ്. ഝാൻസിയിൽ ആരാ? റാണി ലക്ഷ്മിബായ്. കാൺപൂരിൽ നാനാ സാഹിബ്. ബീഗം ഹസ്രത് മഹൽ എവിടെയാണ്? ലഖ്നൗവിലാണ്. ഡൽഹിയിലല്ല, ലഖ്നൗവിലാണ്. ഇനി 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം എവിടെയാണ്? നാനാ സാഹിബ് കാൺപൂരാണ്. കാൺപൂരാണ്. ഇനി 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? മുഗൾ ചക്രവർത്തി ആരാ? ഓപ്ഷൻ C ആണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് കേട്ടോ, രണ്ടാമനാണ്. അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നൊക്കെ അറിയപ്പെടും. ഇനി ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത് വർഷമാണ് മരിച്ചിട്ടുള്ളത്? 1858 ആണ്. ജൂൺ 18 ആണ് കേട്ടോ, ഡേറ്റും പഠിക്കുക, ജൂൺ 18. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷം? 1858 ആണ്. 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ്? 1885 ആണ്. 1885. ഇനി കുറച്ച് സമ്മേളനങ്ങളും അതിൻ്റെ ഇവിടെ ഒരു കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ D ആണ്. 1ഉം 4ഉം ശരിയാണ്. നാഗ്പൂർ സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്നത്. അതുപോലെ സൂറത്ത് സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും വിഭജിച്ച സമ്മേളനമാണ് അത്. പക്ഷേ ബോംബെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ചതാണ്. ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിട്ടുള്ളത്. ഇനി ചുവടെ തന്നിട്ടുള്ളതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ A ആണ്. 3 മാത്രമാണ് ഇതിലേട്ടോ. ബന്ധപ്പെടാത്തത് ഇത് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ അതുമായി റിലേറ്റഡ് ആണ്. എന്താ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിലാണ് പൂർണ്ണ സ്വരാജ് എന്നുള്ളത് പ്രഖ്യാപിച്ചത്. പൂർണ്ണ സ്വരാജാണ് അതിൻ്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാനും അതിൽ തീരുമാനിച്ചു. നിസ്സഹകരണ സമരം ആരംഭിക്കുക അതല്ല. നിസ്സഹകരണം 1920 നിസ്സഹകരണ സമരം എന്ന് നമ്മൾ പറയുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല.
ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടു നെഹ്റു ആണ് പ്രസിഡന്റ് എന്ന്. അപ്പോൾ ഒന്ന് തന്നെ എന്തായാലും തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റാണ് എന്ന് മനസ്സിലായാൽ ഒന്ന് വരാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഇത് ഈ ഓപ്ഷനിൽ ഏതായിരിക്കും ശരി? ഇത് 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി അല്ലായിരുന്നു. ഇവിടെ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ മാറിപ്പോയി. ഞാൻ ബന്ധമുള്ളതാണ് ഞാൻ ടിക്കിട്ടത്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ്. അപ്പോൾ ഏതായിരിക്കും? 1ഉം 4ഉം. കണ്ടോ, 1ഉം 4ഉമാണ് ഇതിൽ ബന്ധമില്ലാത്തത്. ബന്ധമില്ലാത്തത് 1ഉം 4ഉമാണ്. അല്ല, ഒന്ന് തെറ്റാ. ഗാന്ധിജി അല്ല അതിൻ്റെ പ്രസിഡന്റ്. ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. പിന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും തെറ്റാണ്. 2ഉം 3ഉം ശരിയാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാ? ഓപ്ഷൻ ബി ആണ്, ശ്രീ ശങ്കരൻ നായരാണ്. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ആരാ? ജവഹർലാൽ നെഹ്റുവും. ചൈനയിൽ നിന്ന് ചൗവൻലായും ആണ് കേട്ടോ, ചൗവൻല. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരെയാ? ജവഹർലാൽ നെഹ്റുവിനെയാണ് കേട്ടോ. രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. രാഷ്ട്രീയ പിൻഗാമി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇനി ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാ? ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് 1917 1917. എവിടെയാ? ബീഹാറിലാണ്. അങ്ങനെ 1919 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലായിരുന്നു? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അഹമ്മദാബാദാണ്. അഹമ്മദാബാദാണ്. ഇനി ഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജിയെ പറ്റി ശരിയായിട്ടുള്ള ജോഡി ഏതാ? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചിട്ടുള്ളത്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആയിട്ട് കണക്കാക്കുന്നു. രാഷ്ട്രീയ ഗുരു ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. എന്നാൽ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് രക്തസാക്ഷി ദിനം ജനുവരി 30 1948 ജനുവരി 30. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ബംഗാളാണ്. ഓപ്ഷൻ സി ബംഗാൾ. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താ? നീലം കലാപം നടന്നത് ബംഗാളിലാണ്. അതേപോലെ തേബാഗ സമരം നടന്നത് എവിടെയാ? അതും ബംഗാളിൽ തന്നെയാണ്. ഇനി സന്താൾ കലാപം നടന്ന വർഷം. സന്താൾ കലാപം നടന്നത് 1855-56 1855-56. ആരാ? സിദ്ധുവും കുൻഹുവുമാണ്. ഇനി സന്താൾ കലാപം നടന്ന പ്രദേശം എവിടെയാ? രാജ്മഹൽ കുന്നിലാണ്. രാജ്മഹൽ കുന്നുകൾ. ഇനി ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര്? കരിനിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന നിയമം ഏതാ? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 ഏപ്രിൽ 13. ഇനി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏതു നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഏതിനെതിരെയാ? റൗലറ്റ് നിയമത്തിനെതിരെയാണ്. 1919 റൗലറ്റ് നിയമം. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡെയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ജോഡി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഓക്കെ. അപ്പോൾ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷൻ അല്ല, ഏതാ? ഹണ്ടർ കമ്മീഷനാണ്.
ഇനി 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാ? ചൗരി ചൗര സംഭവമായിട്ട് നിസ്സഹരണ പ്രസ്ഥാനമാണ്, നിസ്സഹരണ പ്രസ്ഥാനം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം 1905 അത് നടത്തിയ വൈസ്രോയി ആരാ? കേഴ്സൺ പ്രഭു ആണ്, കേഴ്സൺ പ്രഭു. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം, ബാലഗംഗാധര തിലകന്റെ പത്രം ഏതാ? മറാത്ത, മറാത്തയും കേസരിയുമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്, റാഷ് ബിഹാരി ബോസ്. ഈ ആശയം ആദ്യമായി കൊണ്ടുവന്ന ആളാണ് മോഹൻ സിംഗ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? വനിതാ വിഭാഗം എന്താണ്? റാണി ഝാൻസി റെജിമെന്റ്, റാണി ഝാൻസി റെജിമെന്റ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ, ബാലഗംഗാധര തിലകനാണ്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി സർവകലാശാല, വിശ്വഭാരതി സർവകലാശാലയാണ്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരിയാണ്. എന്താ? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ മിൻറ്റോ മോർലി പരിഷ്കാരം, മിൻറ്റോ മോർലി പരിഷ്കാരം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ഇനി 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം 1928 പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്നത് എവിടെയാ? ഗുജറാത്തിലാണ് നടന്നത്. എന്താ പേര് അതിന്റെ? ബർദോളി സത്യാഗ്രഹം, ബർദോളി. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ലയനക്കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോൻ, VP മേനോന്റെ പുസ്തകമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം, ഗോവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഏതാണ്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ വിജയ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി, പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ, VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലിയാണ്. ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്, ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഉത്തരമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം ശരിയാണ്. 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഡൽഹിയാണോ? അല്ല, ഏതാണ്? ആന്ധ്രയാണ്, ആന്ധ്ര. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതാ? അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യയാണ്, ക്വിറ്റ് ഇന്ത്യയാണ്. നിസ്സഹരണ സമരമാണ് ആദ്യ ബഹുജന സമരം, ആദ്യ ബഹുജന സമരം നിസ്സഹരണ സമരം. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9 ആണ്, 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാ? അരുണ ആസഫ് അലി, അരുണ ആസഫ് അലി. നായകൻ ജയപ്രകാശ് നാരായണനുമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞതാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ബന്ധമില്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. ബാക്കി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിനു കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അത് 2ഉം ശരിയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭഗത് സിംഗുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനയാണ്. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം ബന്ധമില്ല. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് ആരാ? ഭഗത് സിംഗ് ആണ്, ഭഗത് സിംഗ് ആണ്. അത് കറക്റ്റാണ്. ഇനി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, രാജേന്ദ്ര പ്രസാദ്.
താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത് ആരാ? ഓപ്ഷൻ ഡി ആണ് BR അംബേദ്കർ. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത്, ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6 ആണ്. 1930 ഏപ്രിൽ 6. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ രചയിതാവ് ആരാ? അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? എല്ലാം ശരിയാ. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സജീവ പ്രവർത്തക. നമ്മൾ കണ്ടു ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന അരുണ ആസഫ് അലിയാണ്. ഇനി മാഡം ഭികാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ഒരു ത്രിവർണ്ണ പതാക ഉയർത്തി. അറിയാം, എവിടെയാണ്? 1907 ജർമ്മനിയിലാണ് ഉയർത്തിയത്. ഇനി പണ്ഡിത് രമാബായി ബോംബെയിൽ എന്താ? ശാരദാ സദൻ സ്ഥാപിച്ചു. ഇനി സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ആരാ? അഭനീന്ദ്രനാഥ ടാഗോർ. അഭനീന്ദ്രനാഥ ടാഗോറാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഗദ്ദാർ പാർട്ടി എവിടെയാ? അമേരിക്ക. അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതൊക്കെയാ? ഇതെല്ലാം ഓപ്ഷൻ ഡി ആണ്. മദ്രാസ് ലേബർ യൂണിയൻ, AITUI, അതേപോലെ തന്നെ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇതെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിൽ പ്രസ്ഥാനങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ഇത് യോജിക്കുന്നില്ല. ബാക്കിയെല്ലാം കറക്റ്റാണ്. 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഇതെല്ലാം എന്താണ്? ശരിയാണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞില്ല. ശരിയായിട്ടുള്ള ജോഡി ഇതിലേതാ? ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ശരിയാ. ഫോർവേഡ് ബ്ലോക്ക് ആരുടെയാ? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. AITUC എന്താ? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ്റെയാണ്. അതാരുടെയാ? MN ജോഷിയും ലാലാ ലജ്പത് റായുമാണ്. തൊഴിൽ സംഘടനയാണ് MN ജോഷിയും ലാലാ ലജ്പത് റായും. പിന്നെ ഇവിടെ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ഗദ്ദാർ പാർട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും ഉണ്ട്. അതെന്താ? തെറ്റാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി സ്വരാജ് പാർട്ടിയാണ് രൂപീകരിച്ചത്. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനാണ്. മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രം ഉൾപ്പെടുന്നില്ല. ബാക്കി അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതൊക്കെയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. 10+2+3 മാതൃക ആരുടെയാ? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതാരുടെയാണ്? അത് ശരിക്കും രാധാകൃഷ്ണൻ കമ്മീഷൻ്റെയാണ്. അതുപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതണം. ഇനി 1954-64 കാലഘട്ടത്തിൽ എത്ര IITകളാണ് സ്ഥാപിച്ചത്? 5 IITകൾ കേട്ടോ. 5 IITകളാണ്. ഏതാ കാലഘട്ടം ഓർത്തേക്ക്? 54-64. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബക്രാനങ്കൽ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ഏതാണ്? ലളിതകലാ അക്കാദമി. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അപ്പം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നെന്ന 1950 മാർച്ച് 15. വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീൽ ദർപ്പൺ രചിച്ചത് ആരാ? ദീനബന്ധുമിത്രയാണ്.
പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് പോസ്റ്റ് ഓഫീസ് ആരുടെയാണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ജവഹർലാൽ നെഹ്റു. വിധിയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായൊരു കൂടിക്കാഴ്ച ആരുടെയാ? ജവഹർലാൽ നെഹ്റു. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാ? നാഗന്മാരുടെ റാണി റാണി ഗൈഡിലുവിനെയാണ്. റാണി ഗൈഡിലു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ വാക്കുകളാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? ലോകമാന്യ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ചോർച്ചാ സിദ്ധാന്തം ആരുടെയാ? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെയാണ്. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റ്. INC ആദ്യ പ്രസിഡന്റ് ആരാ? WC ബാനർജിയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ബാക്കി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് ആണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച ദാദാഭായ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് കോൺഗ്രസിനെ നിർദ്ദേശിച്ചതും ദാദാഭായ് നവറോജിയാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷ. ഇനി വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാ. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ പത്രം. ഇനി മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ് ബോംബെ സമാചാർ അല്ലെങ്കിൽ മുംബൈ സമാചാർ. ഇനി ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സി 1ഉം 4ഉം ശരിയാ. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ്റെയാണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാ? ദാദാഭായ് നവറോജിയുടെയാണ്. വന്ദേമാതരം ലാലാ ലജ്പത് റായിയുടെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിട്ടുള്ളത്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാ? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം 1878 ആരാണ്? ലിട്ടൺ പ്രഭു ആണ് കൊണ്ടുവന്നത്. ലിട്ടൺ പ്രഭു. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ളയാണ്. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായിട്ടുള്ള ISRO രൂപീകരിച്ചത് 1969. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇനി നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരുടെ? അത് ഗാന്ധിജിയുടെയാണ് കേട്ടോ. ഇനി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പണ്ഡിറ്റ് രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതാ? ഓപ്ഷൻ ബി ആണ്. ശാരദാ സദൻ. ശാരദാ സദൻ. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചത് അവധിനെയാണ്. അവധ്. ഇനി കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാ? കൽക്കട്ടയിൽ സുപ്രീം കോടതി വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതേപോലെ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇനി എന്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഇത് 2021 10th പ്രിലിമിനറിയാണ്. കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡൽഹൌസി പ്രഭുവുമായിട്ട് തന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. എന്താ? ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1853 ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇത് രണ്ടിൻ്റെ ഉത്തരം ആരാ? രാജാറാം മോഹറോയാണ് കേട്ടോ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ചതും രാജാറാം മോഹറോയാണ്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാ? രാജാറാം മോഹറോയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹറോയാണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? രാജാറാം മോഹറോയാണ്.
രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാ? സംബാദ് കൗമുദി. സംബാദ് കൗമുദി. രാജാറാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കത്തയിലാണ്. കൽക്കത്ത. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് രാജാറാം മോഹൻ റായിയുടെ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ 1815 ആണ്. 1815. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിലെ 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാര്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആര്? വാസ്കോ ഡ ഗാമ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാ? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽഫോൺസ ഡി അൽബുക്കർക്ക്. അൽഫോൺസ ഡി അൽബുക്കർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്മളൊരു 125ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ 10th പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ളത് സിലബസിൽ ഇല്ലായിരുന്നു, എന്നാലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. വൺ ഷോട്ട് വീഡിയോയും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.